റിപ്പോർട്ടർ ബ്രേക്കിംഗ്. അക്രമകാരികളായ തെരുവ് നായ്ക്കളെ ദയാവധം നടത്താമെന്ന സുപ്രീം കോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്ത് മൂന്നാർ പഞ്ചായത്ത്. നിയമം പ്രാബല്യത്തിൽ വന്നാൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ആദ്യം തെരുവ് നായ്ക്കളെ കൊല്ലുന്നത് മൂന്നാറിലായിരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയകുമാർ വ്യക്തമാക്കി. നിലവിൽ വിനോദസഞ്ചാരികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ പൊതുജനങ്ങൾ മൂന്നാറിൽ കടുത്ത തെരുവുനായ ഭീഷണിയാണ് നേരിടുന്നത്. ജനങ്ങളുടെ ജീവന് നിരന്തരം ഭീഷണി ഉയർത്തുന്ന ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമാണ് സുപ്രീം കോടതി ഉത്തരവിലൂടെ ലഭിച്ചിരിക്കുന്നതെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. പൊതുജനങ്ങളുടെ ജീവന് ഭീഷണിയായി തെരുവിൽ അലഞ്ഞുതിരിഞ്ഞ് നടന്ന് ഭീഷണി ഉയർത്തുന്ന തെരുവ് നായ്ക്കളെ കൊല്ലാമെന്ന് സുപ്രീം കോടതിയുടെ വിധി പുറത്തു വന്നതായി അറിയാൻ സാധിച്ചു. ഈ വിധി പൊതുജനങ്ങളുടെ ആരോഗ്യ പ്രശ്നം മുൻനിർത്തിക്കൊണ്ട് സ്വാഗതം ചെയ്യാവുന്ന വിധിയാണ്. എന്നാലും വിധി പൂർണ്ണമായി വന്ന് പഠിച്ചതിന് ശേഷം മനുഷ്യർക്ക് ഭീഷണി ഉയർത്തുന്ന തെരുവ് നായ്ക്കൾ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ഏതു തരത്തിൽ മാറ്റി നിർത്താം എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തി കൊല്ലേണ്ടി വന്നാൽ കൊല്ലുന്നതിനുള്ള എല്ലാ വിധത്തിലുള്ള നടപടിയും മൂന്നാർ ഗ്രാമപഞ്ചായത്തിൻ്റെ നടപടി സ്വീകരിക്കുന്നതായിരിക്കും. രാഹുൽ സുരേഷാണ് വിവരങ്ങളുമായി. രാഹുൽ, ഇപ്പോൾ ഉത്തരവ് സ്വാഗതം ചെയ്തിരിക്കുന്നു മൂന്നാർ പഞ്ചായത്ത്. എന്താണ് പറയുന്നത്? ദയാവധം നടത്തും എന്നാണോ? പഞ്ചായത്ത് അങ്ങനെ ഒരു നടപടികളിലേക്ക് കടക്കുമെന്നാണോ? സ്മൃതി, ഏറ്റവും കൂടുതൽ സംസ്ഥാനത്തെ തെരുവുനായ ആക്രമണങ്ങളിൽ ഉണ്ടായ സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ മൂന്നാർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ വാർത്തകളിൽ കാണുകയും ചെയ്തതാണ്. വിനോദസഞ്ചാരികളും അവിടുത്തെ പ്രദേശവാസികളും വിദ്യാർത്ഥികളും അടക്കം നിരവധി ആളുകൾക്ക് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു കാലത്ത് ഈ തെരുവുനായകളെ അവിടെ നിന്നും കൊലപ്പെടുത്തിയത് വലിയ രീതിയിൽ വിവാദമാവുകയും ചെയ്തതാണ്. എന്തായാലും സുപ്രീം കോടതിയുടെ ഒരു തീരുമാനം വന്ന സ്ഥിതിക്ക് അവരെന്തായാലും വലിയ രീതിയിൽ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്ത് ഈ നിയമം നടപ്പാക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഏറ്റവും ആദ്യം തെരുവുനായെ ദയാവധത്തിന് ഇടയാക്കുന്നത്, അല്ലെങ്കിൽ ദയാവധത്തിലൂടെ തെരുവുനായെ കൊല്ലുന്നത് മൂന്നാർ പഞ്ചായത്ത് ആയിരിക്കും എന്നതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വിദ്യാർത്ഥികൾക്കും വിനോദസഞ്ചാരികൾക്കും പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു കാലത്ത് വിനോദസഞ്ചാരികൾ മൂന്നാറിലെത്തിയ ശേഷം ഈ തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും അതിനുശേഷം അവിടെ എത്തിയ ശേഷം അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ ആ കാഴ്ച പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ മൂന്നാറിലെ തെരുവുനായ ആക്രമണം ചർച്ചയാവുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ തീരുമാനത്തെ മൂന്നാർ പഞ്ചായത്ത് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നത്. എന്തായാലും തുടർ നടപടികൾ ഈ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ ഈ ദയാവധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് മൂന്നാർ പഞ്ചായത്തിന്റെ തീരുമാനം. സ്മൃതി, ശരി. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.